ഷിബു ഹാപ്പിയാണ്. ഫെഡറൽ ബാങ്ക് പരാതി പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര സ്വദേശിയായ ഷിബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു. അത് ഞങ്ങൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. ആ വാർത്ത വന്ന ഉടനെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ആലുവയിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഞങ്ങളെ വിളിക്കുകയും ആ പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശങ്കകളെല്ലാം അകറ്റുകയും സമയബന്ധിതമായി ആ പരാതി പരിഹരിച്ചു കൊടുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആവലാതിക്കാരന്റെ പരാതി പരിഹരിച്ചതിനാൽ ബാങ്കും തന്റെ പരാതി പരിഹരിക്കപ്പെട്ടുവെന്ന് പരാതിക്കാരനായ ഷിബുവും അറിയിച്ചതിനെ തുടർന്ന് രണ്ടുപേരും ആ വാർത്ത പിൻവലിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആദ്യം ഫെഡറൽ ബാങ്കിന്റെ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് അമിത് കുമാർ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്നാണ്. ആരായിരുന്നു വിളിക്കുന്നത്? എന്റെ പേര് അമിത് കുമാർ. ഫെഡറൽ ബാങ്കിലെ എന്തായിരുന്നു നമ്മുടെ പോർട്ട്ഫോളിയോ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ആണ്. ഞാൻ 3-4 കാലം വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷിബു കംപ്ലൈന്റ് ഒന്നും ഇല്ല, പുള്ളിയുടെ സോൾവ് ആയി എന്നൊരു മെസ്സേജ്. അവരുടെ പരാതി പരിഹരിച്ചോ? ഷിബുവിന്റെ പരാതി പരിഹരിച്ചു. ഇനി ഷിബു ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ഷിബു ആണ്. പിന്നെ നമ്മുടെ ആ ന്യൂസ് അവർക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് പിൻവലിക്കണമെന്ന്? എന്നോട് റീജിയണൽ മാനേജരും പിന്നെ 2 ബ്രാഞ്ച് മാനേജരും നേരിട്ട് വന്ന് കണ്ട് അവരുടെ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അത്യാവശ്യമായിട്ട് ആ ന്യൂസ് പിൻവലിക്കണം എന്നും പറഞ്ഞുള്ള ഡിമാൻഡ് നിൽക്കുകയാണ്. പലവട്ടം വിളിച്ച് നമ്മുടെ പ്രശ്നം പരിഹരിച്ചോ? പ്രശ്നം പരിഹരിച്ചു വന്നു. പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഹയർ ഓഫീഷ്യൽസ് നമ്മളെ വിളിച്ച് അവരുടെ ഒരു ടീം 2 തവണ എന്നോട് സംസാരിച്ചതിന് ശേഷം അപ്പൊ ഈ SFT 005-നകത്ത് ഫ്രഷ് ആയിട്ട്, അതായത് നമ്മളിപ്പോ ഒരു 10 ലക്ഷം രൂപ ഫ്രഷ് ആയിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കേസുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അവര് എന്താ ചെയ്തത്, ഈ 2,55,000 രൂപ കൊണ്ടിട്ടിട്ട് പിന്നെ പലതവണ വിഡ്രോ ചെയ്ത്, പലതവണ എന്ന് പറയുമ്പം പിന്നെ 1-2 തവണ നമ്മൾ വിഡ്രോ ചെയ്ത് വീണ്ടും ആ പൈസ പുറത്തേക്ക് കൊണ്ടുപോകാതെ തന്നെ റീഡിപ്പോസിറ്റ് ചെയ്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം കൊല്ലം റീജിയണൽ മാനേജറെ, പിന്നെ കലവരം, അതുപോലെ പുത്തൂര് മാനേജേഴ്സ് അവര് സാന്നിധ്യത്തിൽ വെച്ച് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ ആ ബാങ്കിന്റെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏർപ്പാട് ചെയ്തു. അതെല്ലാം പരിശോധിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് റെഡിയാവും. ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഡീൽ ചെയ്തു. താങ്കളുടെ പ്രശ്നം പരിഹരിച്ചു? ആ പ്രശ്നം പരിഹരിച്ചു. അത് എനിക്ക് സുനിൽചേട്ടനോട് വലിയൊരു നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്റെ ആ ഒരു വിഷയത്തിൽ അത്രയും ഒരു നല്ല കാര്യം ഉണ്ടായി. കാരണം എനിക്കത് ബാങ്കിനെ ബോധ്യപ്പെടുത്താനും ഹയർ ഓഫീഷ്യൽസ് മനസ്സിലാവാനും എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ടെൻഷൻ അവർക്ക് മനസ്സിലാകാൻ ഇടവന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവർ ഇടപെടൽ ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഒരു കാരണവശാലും SF 005-നകത്ത് ഒരു കാരണവശാലും നമ്മൾ ഫ്രഷ് ആയിട്ട്, അതായത് ഫ്രഷ് 10 lakh rupees കൊണ്ടിടുന്നവരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് അറിവില്ലാഞ്ഞിട്ടാണ്, താങ്കൾക്ക് കാര്യം ബോധ്യമില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റിനകത്ത് ഇവരെ എഴുതിയിടുന്നത് കണ്ട് അതിനകത്ത് എന്തോ വാസ്തവം? അതിനകത്തൊന്നും ഒരു വാസ്തവമില്ല. കാരണം ഇവർക്കൊന്നും SFT എന്താണെന്ന് അറിയില്ല. ഈ കമന്റിൽ പറയുന്ന ആളുകളൊക്കെ TDS-നെ കുറിച്ച് മാത്രമേ പറയുന്നത്. നമ്മുടെ വരുമാനത്തിന്റെ ഇൻകം ടാക്സ് കൊടുക്കാന്ന് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു വരുമാനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സാലറീഡ് പേഴ്സൺ ആണ്. ഞാൻ ശമ്പളക്കാരനാണെങ്കിൽ എന്റെ ശമ്പള വരുമാനത്തിന്റെ പലിശ കൊടുത്താൽ പോലെ ടാക്സ് ആയിട്ട്. എന്തിനാണ് എന്റെ ശമ്പളത്തിന് ടാക്സ് കൊടുക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിന്റെ സ്രോതസ് നമ്മൾ ഇൻകം ടാക്സിനെ ബോധ്യപ്പെടുത്തണം. അതിന്റെ ടാക്സ് അവർ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വസ്തു വിറ്റ് 10 ലക്ഷം രൂപ കിട്ടുന്നവൻ സ്വാഭാവികമായിട്ട് അതിന്റെ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഇത്രയും തുക എനിക്കില്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. 4,31,000 രൂപ മാത്രമാണ് അതും എന്റെ ശമ്പള പൈസകളാണത്. അല്ല പുറത്തുനിന്ന് 1 രൂപ. കാരണം എനിക്ക് 2015 മുതലുള്ള സാലറി അക്കൗണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് എന്നെ തെറ്റിയിട്ടില്ല. അതവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞ് തിരിച്ച് ഞാൻ എന്റെ സാലറി അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ അവരെന്നോട് ആ സാലറി അക്കൗണ്ടും തിരിച്ച് അവിടെ ചെയ്യണം, ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിനകത്തൊരു പ്രധാന വിഷയം ഞാൻ പറയാം. 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ കൊണ്ടിടുന്ന ഒരു കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് അവർ ഇൻകം ടാക്സിന് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇവരിത് സോഫ്റ്റ്വെയറിൽ എടുക്കുന്ന സമയത്ത് ഈ മുറിച്ച് അതായത് നമ്മൾ ഒരു 2 ലക്ഷം രൂപ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് 5,000 രൂപ എടുത്ത് റീഡിപ്പോസിറ്റ് ചെയ്യുന്നവരും ഇവർ ഈ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉൾപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക വിഭാഗമോ എംപ്ലോയീസോ ഒരു സോഫ്റ്റ്വെയർ ഒരു ബാങ്കിനും ഇല്ല. അതുകൊണ്ടാണ് ഈ ഫ്രഷ് ആയിട്ട് 10 ലക്ഷം രൂപ കൊണ്ടിടാത്ത നമ്മളും വെറും 4 ലക്ഷം രൂപ കൊണ്ടിട്ടിട്ട് 2-3 പ്രാവശ്യം റീഡിപ്പോസിറ്റ് ചെയ്യുന്ന നമ്മൾ ഒരുപോലെ ഈ ഇവർ കൊടുക്കുന്ന ലിസ്റ്റിൽ പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പെട്ടത്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ ഇൻകം ടാക്സിന്റെ AIS ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വന്നപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് തിരിച്ച് ഞാൻ പറഞ്ഞ തെറ്റ് നിങ്ങൾ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താ? അതും കോമൺലി വരുന്നതാണ്. അപ്പൊ അവർ ഈ ലിസ്റ്റ് നോക്കിയിട്ട് കോമൺലി അങ്ങ് അയക്കണം. അപ്പോഴും എന്റെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ തയ്യാറാവില്ല. അപ്പൊ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാം പരിശോധിച്ചിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു, ബാങ്ക് മാനേജർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അവര് പൂർണ്ണമായിട്ടും ചെയ്യും. ഇൻകം ടാക്സിന് അവർ മെസ്സേജ് കൊടുത്തോളൂ ഇത് ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെന്ന്?
അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇൻകം ടാക്സിലേക്ക് വീണ്ടും നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ഇപ്പോൾ അവർക്ക് ചെല്ലും. ഒന്ന്. രണ്ട്, ഇപ്പോൾ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെയാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് എൻ്റെ ഇന്നൊരു പൈസ പോലും ചിലവാകാതെ അവർ തന്നെ ഈ 2 വർഷത്തെയും മുഴുവൻ ഇത് അവർ തന്നെ ഫയൽ ചെയ്ത് അവർ തന്നെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ ചെയ്യാം എന്ന് റീജിയണൽ മാനേജർ ഉറപ്പ് തന്ന് ഇപ്പോൾ അവർ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഓക്കെ ആവും, 100% ഓക്കെ ആവും. അങ്ങനെ ഓക്കെ ആവാതിരുന്നാൽ ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഞാൻ നീങ്ങും. അപ്പോൾ എനിക്ക് ആ റീജിയണൽ മാനേജർ തന്ന വാക്ക് പൂർണ്ണമായും പാലിക്കുന്ന ഉറപ്പായി. ഇന്നലെ ഫെഡറൽ ബാങ്കിന്റെ മാനേജർ പോയി ഓക്കെ റെഡി ആയിട്ടുണ്ട്. താങ്കളുടെ പ്രോബ്ലം പൂർണ്ണമായിട്ടും പരിഹരിച്ചു, താങ്കൾ ഹാപ്പിയാണ്? 100% സുനിൽചേട്ടൻ എനിക്ക് അതിനോടുള്ള ഭയങ്കരമായൊരു നന്ദിയുണ്ട്, ഭയങ്കരമായൊരു നന്ദി. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ശരിക്കും സുനിൽചേട്ടനെ പോലുള്ള I2I ന്യൂസുകാർ ഇത് കണ്ടെത്തി ഇത് ശരിക്കും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ഈ സത്യം പറഞ്ഞ ഇത് മാനസികമായിട്ട് ഇപ്പോൾ ഈ കമന്റ് ഇട്ട ആളുകൾ ചോദിക്കുന്നുണ്ട് TDS എന്താണെന്ന് അറിയാമെന്ന്. ഞാൻ TDS അല്ല, SFT, സ്പെഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. അതായത് ASനകത്ത് കയറി നമ്മൾ ഈ SFT പരിശോധിക്കുമ്പോൾ SFTക്കകത്താണ് ബാങ്കുകൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയ്ക്കുള്ള ട്രാൻസാക്ഷൻ. അതിന് ഇൻകം ടാക്സിന് സംശയം തോന്നിയാൽ കൃത്യമായി നമ്മൾ ഈ ഇൻകം എവിടെ നിന്ന് വന്നു എന്ന് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ അതിന്റെ പലിശ മാത്രം കാണിച്ചാൽ പോരാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ശമ്പളം കിട്ടുന്നത് എനിക്ക് എന്റെ ശമ്പളത്തിന്റെ പലിശ കാണിച്ചാൽ പോരെ, ഞാൻ എന്റെ വരുമാനത്തിന്റെ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കമന്റ് എഴുതുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് TDS മാത്രമേ അറിയൂ. SFT എന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടണം. SFTക്കകത്താണ് ഈ പറയുന്നൊരു വ്യക്തി വസ്തു വിറ്റാലോ വലിയ അതിന് പറയുന്നത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആണ്. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ 10 ലക്ഷം രൂപയ്ക്കുള്ള ട്രാൻസാക്ഷനെ ഇൻകം ടാക്സ് കാണുന്നത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തിയ ആളുകളുടെ പട്ടികയിലാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കമന്റ് എഴുതുന്ന വ്യക്തികളൊക്കെ വലിയ വലിയ വ്യക്തികളായിരിക്കാം, പക്ഷെ എന്നെപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സുനിൽചേട്ടനെ പോലുള്ള ന്യൂസിനെ സമീപിക്കുന്നത്. മാത്രമല്ല നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു വ്യക്തമായ ഒരു മറുപടി തരണ്ടേ. വാർത്ത വന്നപ്പോൾ അവർക്കത് മനസ്സിലായി. എനിക്ക് അവർക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുന്നവരുടെ ലിസ്റ്റ് ഇൻകം ടാക്സിന് കൊടുക്കണം. ആ കൊടുക്കുന്ന അതിന്റെ ഒരു ലിസ്റ്റ് അവർ എടുക്കുമ്പം ഈ 2 ലക്ഷം രൂപ ഇട്ടിട്ട് നമ്മൾ 2, 3, 4 തവണ ക്ലോസ് ചെയ്ത് വീണ്ടും ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇടുകയാണെങ്കിൽ നമ്മളും അതേ പട്ടികയിൽ എത്തുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇവയെ തമ്മിൽ തരംതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ അവർക്കില്ല. അപ്പം ഈ 1 കോടി കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഇങ്ങനെ നോക്കാൻ പറ്റും. ഇപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് കൊടുത്ത ഫീഡ്ബാക്ക് നിങ്ങളുടെ ലോഗിലേക്ക് വന്നപ്പോൾ നിങ്ങളത് പരിശോധിച്ചില്ല? അപ്പോഴും അവർക്ക് ആ മാൻ പവർ ഇല്ല. അതാണ് അവർ പറയുന്ന ഒരു വിഷയം. അപ്പം എന്തെന്ന് പറഞ്ഞാലും ശരി, ഒരാളുടെ ലോഗിലേക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ഉണ്ടെന്നൊക്കെ എടുത്തു വിട്ടാൽ ഈ കമന്റ് എഴുതിയ ആളാണെങ്കിലും സാധാരണക്കാരൻ അവരുടെ ഒരു ലോഗിനകത്ത് ഇത് വരണം. അപ്പോഴാണ് അവർക്ക് അതിന്റെ തീ മനസ്സിലാക്കുക. താങ്കളുടെ പ്രശ്നം പരിഹരിച്ചു, ഇനി മറ്റുള്ളവർക്കും ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകാതെ പരിഹരിക്കുമെന്നുള്ള ഉറപ്പും തന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അവരത് പരിശോധിക്കും ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ അവർക്ക് എന്റെ ഈ ഒരു വിഷയത്തോടെ ഇപ്പൊ സുനിൽചേട്ടൻ റിപ്പോർട്ട് ചെയ്ത എന്റെ ഒരു വിഷയത്തോടെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇങ്ങനെയും ഹൈ വാല്യൂ ട്രാൻസാക്ഷന്റെ പട്ടികയിൽ അബദ്ധം പറ്റിപ്പെടുന്നവരുണ്ട്, ഇങ്ങനെയും ബാങ്കിന് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം അവർക്കുണ്ടായി. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അത് റിന്യൂ ചെയ്യുന്നവർ ഇതിനകത്ത് വരുന്നില്ല. ശരി, കാരണം അതേ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അക്കൗണ്ട് നമ്പറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ നമ്മള് ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഇട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ആ പൈസ പുറത്തേക്ക് എടുക്കാതെ അവിടെ തന്നെ റീഡിപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ കൂടെ ഈ പട്ടികയിൽ പെടുത്തരുത്. അതിനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന അവരല്ലേ, അത് ചെയ്യേണ്ടവര്. അവർ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യും. കാര്യം എനിക്കിത് ക്ലിയർ ചെയ്ത് കിട്ടിയേ പറ്റും. അപ്പോൾ പൂർണ്ണമായും ഒരു ഓക്കെ ആക്കിയിരിക്കുക ആ ചർച്ചയിൽ. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വൈകിട്ട് ബ്രാഞ്ചിൽ വെച്ചായിരുന്നു ആ ചർച്ച. ആ ചർച്ചയിൽ പൂർണ്ണമായിട്ട് അവരെന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി. കാരണം ഒരു സാധാരണക്കാരന്റെ ലോകിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായി. ഇപ്പം എന്റെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഡിന്നിനകത്ത് കയറുമ്പോഴാണ് എനിക്ക് കിട്ടിയ ഈ SMS ഞാൻ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഡിന്നിൽ വന്ന നോട്ടീസാണ് എന്റെ അടിസ്ഥാന കാരണം. അത് പിന്നെ നേരെ പോകുന്ന SFTയിലേക്കാണ്, സ്പെഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അല്ല TDS അല്ല എന്റെ പ്രശ്നം, എന്റെ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. ആ സ്പെഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനകത്ത് ഞാൻ വരാൻ പാടില്ല. കാരണം ഞാനൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻകാരനല്ല. ഇനിയുള്ള ആവശ്യം എന്താണ്? ഇനി നമ്മള് അവര് ചർച്ച ചെയ്ത് പോയാൽ പരിഹരിക്കാന്നുള്ള വാക്ക് തങ്ങി കഴിക്കും. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന് തൽക്കാലം പിൻവാങ്ങുകയാണ്. ഒരു 30 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിച്ച് പൂർണ്ണമായിരുന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ വീണ്ടും ഞാനിത് രംഗത്ത് വരും. കാരണം ഇതൊരു ശരിയായ നടപടിയേ അല്ല. അവര് ന്യൂസ് പിൻവലിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് പിൻവലിക്കണം, അത് അവരെ ബാധിക്കുന്ന വിഷയമല്ലേ. അത് ആ ന്യൂസ് വന്നുകൊണ്ടല്ലേ അവന്മാരത് പിൻവലിച്ചത്. ഞാൻ എന്ത് പറഞ്ഞു പിൻവലിക്കും? നമ്മുടെ വായനക്കാരെന്ത് കരുതും? ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഫെഡറൽ ബാങ്കിന്റെ കയ്യിൽ കാശ് മേടിച്ച് പിൻവലിച്ചു എന്ന് പറയത്തില്ലേ? അല്ല, നമുക്ക് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് തന്നെ സുനിൽചേട്ടൻ ഒരു ന്യൂസ് ഇട്ടിട്ട് പിൻവലിക്കുന്നതായിരിക്കും നല്ലേ. കാരണം അവർക്ക് പിൻവലിക്കണമെന്നുള്ളത് അവര് എന്നോട് പറയുകയാണ്. പലവട്ടം എന്നോട് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു താല്പര്യവും
അത് പിൻവലിക്കാന്നുള്ളതാണ്. ഞാനും പറയുന്നത് സുനിച്ചേട്ടാ അത് പിൻവലിക്കാം, അത്രേ ഉള്ളൂ. ഇനിയൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും മുൻപോട്ട് പോകാം. പിൻവലിക്കാൻ ചെയ്ത് ഇത് പിള്ളേർ കളിയാ. ഇത് തോന്നുമ്പോൾ കൊടുക്കാനും തോന്നുമ്പോൾ കൊടുക്കാതിരിക്കാനും. നമ്മള് ഫെഡറൽ ബാങ്കുകാരന്റെ ജീവനക്കാരനോ അവന്റെ വാലാട്ടി അല്ലല്ലോ നമ്മള്. നമുക്ക് സാധനം വന്ന് നമ്മൾ പോയി, അത് വന്നു, അതാ പരിഹരിച്ചാലോ ഓക്കെ, അവന് വെല്ലാൻ ഗുഡ്. നമ്മൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം തീർന്നല്ലോ. ആദ്യത്തെ വീഡിയോ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് ഈ പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറഞ്ഞിടാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഇതുപോലെ ഉണ്ടായി. ഇത് അവര് ഇമ്മീഡിയറ്റ്ലി അവരുടെ ഓഫീസേഴ്സ് അത് പ്രോംപ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു, പ്രശ്നം റെക്ടിഫൈ ചെയ്തു, പ്രശ്നം അവിടെ തീർന്നു. അതെ, അവരങ്ങ് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട്. അത് അവരുടെ പ്രശ്നം കൊണ്ടല്ലേ, നമ്മുടെ വാർത്തയുടെ ഇമ്പാക്ട് കൊണ്ടല്ലേ അവൻ കടന്ന് ഈ വിളിക്കുന്നത്. അതെ, ആ പ്രശ്നം പരിഹരിച്ച സ്ഥിതിക്ക് നമുക്ക് പിൻവലിക്കുന്നല്ലോ ചേട്ടാ. നല്ല പിൻവലിക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, നിങ്ങളുടെ പ്രശ്നം ചന്ദ്ര, നമ്മുടെ ഇഷ്യൂ ആര് പരിഹരിക്കും? ഞാനിപ്പോ ഈ വാർത്ത പിൻവലിച്ചുകൊണ്ട് പോയാൽ എന്റെ ക്രെഡിബിലിറ്റി പോകും. ഞാൻ എന്തിനു ഈ വാർത്ത പിൻവലിച്ചു, ഞാൻ എന്തിന് ഈ സാധനം പിൻവലിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ അതിന്റെ ഒരു എക്സ്പ്ലാനേഷൻ അതിനകത്ത് ഇട്ടാൽ മതി ചേട്ടാ. കാരണം ഇത് പിൻവലിക്കണം, അതാണ് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, പിൻവലിക്കണം. കാരണം ഒരു പ്രശ്നം പരിഹരിച്ച സ്ഥിതിക്ക് ഇനി നമ്മളെ അതിനൊരു കാര്യം ചെയ്യാം, അവരോട് നമുക്കൊരു മെയിൽ അയക്കാൻ പറയുക. അത് നിങ്ങൾക്കും സേഫ്റ്റിയാണ്. എന്താണെന്നറിയാമോ? ഒന്ന് അഡ്രസ് ടു ദ മാനേജിംഗ് എഡിറ്റർ ITV ന്യൂസ്. ഒന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്ത നൽകിയിരുന്നല്ലോ, ആ പ്രശ്നം ഞങ്ങൾ കസ്റ്റമറുടെ പരിഹരിച്ചു കൊടുത്തു, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പിൻവലിക്കുക എന്നൊരു മെയിൽ അയക്കാൻ പറയുക. നമ്മൾ അത് വെച്ച് നമുക്ക് കൊടുക്കാം. ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് രേഖാമൂലം വാർത്ത പിൻവലിക്കുവാൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഞങ്ങൾ ആ വാർത്ത പിൻവലിക്കുകയാണെന്ന് മാന്യ പ്രേക്ഷകരെ അറിയിക്കുന്നു. പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ബാങ്ക് ഇനി ആർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. തെറ്റ് ആർക്കും പറ്റാം. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഉപഭോക്താവിന്റെ പ്രശ്നം പരിഹരിച്ച ഫെഡറൽ ബാങ്കിനോടുള്ള നന്ദി അറിയിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.